അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഉമ്മു അയ്യൂബ് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് അബൂ അയ്യൂബിനോട് ചോദിക്കുന്നുണ്ട്, അലാ തസ്മഉ മാ യഖൂലുൻ നാസു ഫി ആയിഷത. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞു, ബല വദാലിക്കൽ കദിബു, കേൾക്കുന്നുണ്ട്, പക്ഷേ അത് കള്ളമാണ് എന്ന്. എന്നിട്ട് ഉമ്മു അയ്യൂബിനോട് ചോദിക്കുന്നു, അകുൻതി അൻതിയ ഉമ്മ അയ്യൂബ ഫാഹിലത്തൻ ദാലിക, ഉമ്മു അയ്യൂബ് നീയാണെങ്കിൽ അത് അപ്രകാരം ചെയ്യുമായിരുന്നോ എന്ന്. അവർന്ന് പറഞ്ഞു, ലാ വല്ലാഹി മാ കുൻതു ലാ അഫ്അലുഹു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ അയ്യൂബ് ഉമ്മു അയ്യൂബിനോട് പറഞ്ഞു, ഫആയിഷതു വല്ലാഹി ഖൈറും മിൻകി, ആയിഷ നിന്നേക്കാൾ എത്രയോ നല്ലവളാണ് എന്ന്. അതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കുറിച്ചുള്ള സദ്വിചാരം വെച്ചു പുലർത്തലാണ്. അവർ നല്ലവരായിരിക്കുമെന്ന വിചാരമുണ്ടാവുക. നല്ല വിചാരത്തിനു പകരം ഇന്ന് ദുർവിചാരങ്ങളാണ് പൊതുവേ ഉള്ളത്. ആ വിഷയത്തിലാണ് അല്ലാഹു തആല ചോദിച്ചത്, ലൗല ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബി അൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. ആയിഷ ബീവിയെ പറ്റിയുള്ള വിഷയത്തിൽ ഖൈറായിരിക്കുമെന്ന് വിചാരിക്കുകയും അത് പച്ച കള്ളമാണ് എന്ന് നിങ്ങൾക്ക് പറയുകയും ചെയ്യാമായിരുന്നില്ലേ എന്ന്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് നല്ലതാണ് വിചാരിക്കേണ്ടത്. കാരണം അവൻ്റെ അഭിമാനത്തിന്, അവൻ്റെ രക്തത്തിന് വലിയ പവിത്രതയുണ്ട്. കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, മാ അത്യബകി വ അത്യബ റീഹകി മാ അഅലമകി വ അഅലമ ഹുറുമതകി വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഹുറുമത്തുൽ മുഅ്മിൻ അഅലം വ അഅലമു ഇൻദല്ലാഹി ഹുറുമതൻ മിൻകി മാലിഹി വദമിഹി. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ കഅബക്ക് വലിയ സുഗന്ധമുണ്ടെന്നും വലിയ പവിത്രതയുണ്ടെന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനിന്റെ രക്തത്തിനും അവന്റെ സമ്പത്തിനും അതിനേക്കാൾ പവിത്രതയുണ്ട്. വ അന്നളുന്ന ബിഹി ഇല്ല ഖൈറ, അവനെക്കുറിച്ച് ഖൈറായതേ വിചാരിക്കാവൂ. സദ്വിചാരമാണ് ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് സദ്വിചാരമുണ്ടാവാത്തത്? ഞാൻ എല്ലാത്തിനും മതിയായവനാണെന്ന സ്വയമുള്ള ഒരു വിലയിരുത്തലാണ്. ഞാൻ എല്ലാത്തിനും പറ്റിയവനും അവനൊന്നിനും പറ്റാത്തവനുമാണ് എന്നതാണ് അയാളെക്കുറിച്ച് സൂഉള്ളന്നുണ്ടാകാൻ കാരണം, മോശം വിചാരമുണ്ടാവാൻ കാരണം അതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ നമ്മൾ തിരയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ന്യൂനതകൾ അല്ലാഹു തആല തിരയാൻ നിന്നാൽ എവിടെയാണെങ്കിലും അല്ലാഹു നമ്മെ മാനം കെടുത്തുമെന്ന്. വിശ്വാസികളെ കുറിച്ച് വന്നുബിൽ മുഅ്മിനീന ഖൈറ, മുഅ്മിനുകളെ കുറിച്ച് എപ്പോഴും ഖൈറായത് മാത്രമാണ് വിചാരിക്കേണ്ടത്. പരസ്പരം സദ്വിചാരം വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുഅ്മിനുകളെ കുറിച്ച്. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.